എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ, ബോണി ഫോൺ മാറ്റി വെച്ചാ. ബോണി ഫോൺ മാറ്റാനല്ല, ഞാനൊരു ഒരു ഒരു ബോണി ഇത് കണ്ടോ, UK നിന്നും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്നേഹിതൻ എഴുതി അയച്ചിരിക്കുന്നതാണ്. എന്ത്, ജസ്റ്റ് വെയിറ്റ് ഒരു സെക്കൻഡ്. യാ ഫാദർ, ഐ ആം അച്ഛാ യു ആൻഡ് ബോണി ആർ ഓസം ഇൻ പളുങ്കുകടൽ. ഐ എം വാച്ചിങ് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ്. ബോണിക്ക് എന്ത് തോന്നുന്നു? ബോണി ഇങ്ങനെ അഭിനന്ദനങ്ങളൊക്കെ ചെറുതായിട്ടാണെങ്കിലും പലപ്പോഴും വരുമ്പോൾ എന്നാ തോന്നുന്നു? അച്ഛാ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നില്ല. കാരണം നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അച്ഛാ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ നന്നായി പോകുന്നു. ശരിക്കും ഈ എപ്പിസോഡുകളിൽ നടന്നിട്ടുള്ള ഒരു കാര്യവും മുൻകൂട്ടിയല്ലേ ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ ഒന്നുമില്ല. ഈ അച്ഛനെന്താ ചോദിക്കാൻ കാര്യം? ഞാൻ പറയുമായിരുന്നല്ലോ, ഒരു പ്രത്യേകതയും പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. പ്രത്യേകത ഒന്നുമില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം തൊടുന്നത് ഞാൻ കാണുകയായിരുന്നു. ഇപ്പം നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 7-8 വർഷം മുമ്പ് ഒരിക്കൽ സിനിമാ ഗാനങ്ങൾ വളരെ കുറച്ച് കേൾക്കാറുള്ളൂ. വളരെ പാസിംഗ് ആയിട്ട് എൻ്റെ വാഹനത്തിലൊന്നും ഉപയോഗിക്കത്തില്ല. രവീന്ദ്രൻ ചെയ്ത ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാനിട വന്നപ്പം ആ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറൊരു പാട്ട് 4 വരി ഉണ്ടായി. ഇങ്ങനൊരു മെലഡി വന്നപ്പം എനിക്ക് സാധാരണ ഇതിൽ ബോണി ദൈവം തരുന്ന പോലെ ഒരു വരി വന്നായിരുന്നു. യേശുവേൻ ദൈവമേ, നീറുമെൻ്റെ പ്രാർത്ഥന ദിവ്യധൂപ ചുരുളു പോൽ നിൻ്റെ മുമ്പിലുയരുന്നു എന്നൊന്ന് പാടിയിരുന്നു. സാധാരണ അച്ഛന് വരിയും ട്യൂണും കൂടി ഒരുമിച്ചാണ് വരുന്നത് അല്ലേ? ഇതിലിപ്പോൾ ട്യൂണാണ് ആദ്യം. ട്യൂൺ ഇങ്ങനെ ജനിച്ചപ്പോൾ തന്നെ വലിയ വ്യത്യാസമില്ല, എങ്കിലും ഒരു മെലഡിയാണ് വന്നത്. ഇങ്ങനെ വന്നത്. പക്ഷേ ഈ മെലഡി എനിക്കിഷ്ടമായിരുന്നു. ഇതിന് ഞാൻ പാടിയതാണ്ട് വേറെ രണ്ട് വരിക, ഏതാണ്ട് വരിക, ഈ വരിയല്ല. ശേഷം നാളുകൾ ഈ പാട്ട് പാട്ടിയിട്ട് കുട്ട കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിന് പിന്നീട് അനുപല്ലവി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും 4 വരിയുണ്ട്. അപ്പം ആ വരി ഇതല്ല, അതിപ്പോൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. യേശുവേൻ ദൈവമേ, നീറുമെൻ്റെ പ്രാർത്ഥന ദിവ്യധൂപച്ചുരുളു പോൽ നിൻ്റെ മുമ്പിലുയരുന്നു. പിന്നീട് ഉണ്ടാക്കി. പക്ഷേ ഇത് അനുപല്ലവി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ആ മെലഡിയുമായിട്ട് എത്ര ദിവസം ഇന്ന് അവിടെ മനുഷ്യൻ്റെ ക്രിയേഷനാണ്, നടക്കത്തില്ലല്ലോ. അങ്ങനെ അനുഭവിച്ചെന്ന് പറയാൻ ഒത്തിരി നാളെടുത്ത് അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് 4 വരി കൊണ്ട് അങ്ങ് നിന്നുപോയി കുറേ നാളുകൾ. ശേഷം ഞാൻ ഈ പാട്ടും വെച്ചുകൊണ്ടിരുന്നു. എൻ്റെ മനുഷ്യബുദ്ധി മുഴുവൻ ഉപയോഗിച്ചിട്ട് ഇതിന് അനുപല്ലവി ഉണ്ടാകുന്നില്ല. ഇതുപോലെ ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, ഇതുപോലെ ബോഡിയിലല്ല, ശാരീരികമായിട്ടല്ല, ജീവിതത്തിൽ വട്ടപൂജ്യമായി ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ടായി. അങ്ങനെ ഒരിക്കൽ വിറങ്ങലിച്ച് തണുത്തിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തന്നു, എൻ്റെ ശ്വാസ കാറ്റിനേക്കാൾ
എന്നോടൊട്ടി നിന്നു നാഥൻ, നിഴലിനെ കാളുമെന്നിൽ ചേർന്നലിഞ്ഞു നിന്ന സ്നേഹം. എൻ ഹൃദയ സ്പന്ദനങ്ങൾ എണ്ണിയവൻ നിന്നുവല്ലോ. ശരിക്കും ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ മെലഡികളിലൊന്ന് ഈ മെലഡിയും ഈ വരിയും. ഈ എൻ്റെ ശ്വാസ കാറ്റിനേക്കാൾ, ശ്വാസം നിലയ്ക്കുമ്പം അല്ലെങ്കിൽ ശ്വാസം മന്ദഗതിയിലാകുമ്പം ശരിക്കും ശ്വാസത്തിനും അപ്പുറം നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്കിന്ന് പൂർണ്ണ ഉറപ്പാണ്. പക്ഷെ എനിക്ക് ഇനിയും അനുഭവത്തിൽ, സാധാരണ ഇതിൽ ബുദ്ധി കൊണ്ട് അറിയാത്തത് എനിക്ക് ബുദ്ധി കൊണ്ട് ഉറപ്പാണ്. പക്ഷെ ഇനിയും ആ സത്യത്തെ അനുഭവിക്കേണ്ടതുണ്ട്. എൻ്റെ ശ്വാസ കാറ്റിനേക്കാൾ എന്നോടൊട്ടി നിന്നു നാഥൻ. ഒരു 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 മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള അവൻ്റെ ശ്വാസം എന്ന് പറയുന്നത്. അതിനപ്പുറത്തില്ലല്ലോ. ശ്വാസം നിന്നാൽ തീർന്നല്ലോ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ദൈവം ഉണ്ടെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം. നിഴലിനെ കാളുമെന്നിൽ ചേർന്നലിഞ്ഞു നിന്ന സ്നേഹം, എൻ ഹൃദയ സ്പന്ദനങ്ങൾ എണ്ണിയവൻ നിന്നുവല്ലോ. ഒരു പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു ഇൻറ്റിമസി, പ്രത്യാശ. എനിക്ക് പറഞ്ഞിട്ടോ പ്ലീസ്. അല്ല, ഇത് മൂന്നുമാണ് എൻ്റെ ഉള്ളിൽ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു ഉറപ്പുള്ള വരികൾ. എനിക്ക് പറഞ്ഞു മോണി പറയുമ്പോൾ എനിക്കെന്തൊരു അനോയിൻറ്റിങ് ഫീൽ ചെയ്യുന്നു. കാരണം ഈ ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അവൻ എൻ്റെ ഓരോ ശ്വാസവും അവൻ അറിയുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഭാവിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുമില്ലാത്ത അവസ്ഥ, പിന്നെ ഒരു ഭയങ്കരമായ അടുപ്പം. അത് ആ മെലഡിയും വരിയോടെ ചേർന്ന് ദൈവം തന്നതിൻ്റെ ചരണത്തിൽ മോണി ഇങ്ങനെ എഴുതാനാണ് ദൈവം തുണച്ചത്. എൻ്റെ ബോധജ്ഞാനത്തേക്കാൾ തിളങ്ങുന്ന തേജസ്സല്ലോ, ഞാൻ എന്നെ അറിഞ്ഞതേക്കാൾ എന്നെ നീ അറിഞ്ഞുവല്ലോ. എനിക്ക് ബോണി, നമ്മളെല്ലാവരും നമ്മുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ എത്ര ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒബാദിയയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. ഒബാദിയ 1:4. ഇത്തിരി പോന്ന നമ്മുടെ മനുഷ്യബുദ്ധിയെ എന്തുമാത്രം മനുഷ്യബുദ്ധി പെരുപ്പിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ എന്നെ ആത്മാവിനെ തൊട്ടത്, ഞാനെന്നെ അറിഞ്ഞതേക്കാൾ എന്നെ നീ അറിഞ്ഞുവല്ലോ. സങ്കീർത്തനം 139 ഓർമ്മയിൽ വരുന്നത്. കർത്താവേ, അങ്ങ് എന്നെ പരിശോധിക്കണേ, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കണേ, ഞാൻ തെറ്റിയ വഴികളിലൂടെയാണോ പോകുന്നതെന്ന് നീ നോക്കണേ. അങ്ങനെ എനിക്ക് നോക്കാം അല്ലേ? നമുക്ക് നോക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ നോട്ടത്തിന് പരിമിതിയുണ്ട്. ബോണി എത്ര പരിശോധിച്ചാലും മുഴുവൻ മനസ്സിലാവാൻ പറ്റുന്നില്ല. അപ്പോൾ ശരിക്കും ഞാനെന്നെ അറിഞ്ഞതേക്കാൾ എന്നെ നീ അറിഞ്ഞുവല്ലോ, നിരന്തരമെൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന സൂര്യനും നീ
എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്ന, പക്ഷേ ഇത് ഒത്തിരി പേര് പാടിയോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടല്ലോ എന്നോർത്തൊരു സന്തോഷം. ഈ വരികളും വളരെ, ഇതിനകത്തും പ്രത്യാശയാണ്. പിന്നെ ലാസ്റ്റ് നിരന്തരം എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന സൂര്യനും നീ. നിരന്തരം എന്ന വാക്കിന് മലയാളത്തിൽ ഇതുവരെയും കണ്ടെത്താത്ത ഒരു അഭിഷേകമുണ്ട് ഈ വാക്കിന്. നമ്മുടെ തമിഴിലുള്ള ഒരു ഏറ്റവും പ്രസിദ്ധമായ ഒരു ആൽബത്തിൻ്റെ പേര് നിരന്തരം എന്നാണ്. നിരന്തരം ഈ വാക്കിന് ശക്തമായൊരു ഒരു ആത്മീയ അടിത്തറയുണ്ട്. പക്ഷെ അത് മലയാളത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല പൊതുവെ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിരന്തരമെൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന സൂര്യനും നീ, ഒരു ബ്രേക്ക് ഇല്ലാത്ത അല്ലേ, നിരന്തരം എപ്പോഴും സദാ അനുദിനം, രാവും പകലും, പകലിനോട്, രാത്രിയോട്, രാവെന്നില്ല പകലെന്നില്ല, വെളിച്ചമൊന്നില്ല ഇരുട്ടെന്നില്ല, ചുഴിയുന്നില്ല കുഴിയുന്നില്ല മലയുന്നില്ല താഴ്വാരമൊന്നില്ല, അവനെന്നെ നിരന്തരം പൊതിയുന്ന തേജസ്സാണ്. ശരിക്കും നിരന്തരം ഉയരുന്ന ധൂപച്ചുരുൾ പോലെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണ്. തീവ്രമായി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഭൂമിയിലുണ്ട്, പക്ഷെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണ്. ചില ദിവസങ്ങളിൽ ഞാൻ അടുത്തിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വർഷം മുമ്പ് ഞാൻ അവനെ കാണുമ്പം എൻ്റെ ദൈവമേ തൊട്ടാൽ പൊള്ളും, അത്ര തീക്ഷ്ണത, എന്ത് കരുത്ത്, എന്തൊരു ധാർമ്മികത, എന്ത് ആത്മീയ ജ്വാല, എന്തൊരു എടുത്തുചാട്ടം, സുവിശേഷത്തെ പ്രതി എന്തൊരു ദാഹം. പക്ഷെ നാളുകൾക്ക് ശേഷം കാണുമ്പം അവൻ തണുത്തിരിക്കുന്നു, എന്നിലേക്ക് തണുപ്പ് പടരുന്നു, അവൻ മഞ്ഞ് പോലിരിക്കുന്നു, അവൻ്റെ മനസ്സ് അപ്പൂപ്പൻ താടി പോലെ കാറ്റി പറക്കുന്നു. നിനക്കെന്ത് പറ്റി? നീ തീവ്രമായി പ്രാർത്ഥിച്ചു, പക്ഷെ നീ നിരന്തരം പ്രാർത്ഥിച്ചിട്ടില്ല. നീ തീവ്രമായി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ചില മൊമെൻറ്റുകളിൽ, ചില അക്യൂട്ട് മൊമെൻറ്റുകളിൽ നീ ദൈവത്തെ ചങ്കിക്കേറി ആരാധിച്ചിട്ടുണ്ട്, പക്ഷെ നീ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് യേശുവേ എൻ ദൈവമേ നീറുമെൻ്റെ പ്രാർത്ഥന പുണ്യധൂപച്ചുരുളു പോൽ, നിരന്തരം എപ്പോഴും നിൻ്റെ മുമ്പിലുയരുന്നു, നിരന്തരം നിൻ്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ ആവി പൊങ്ങുന്ന പോലെ, നീരാവി ഉയരുന്നത് പോലെ എനിക്കിങ്ങനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു ദൈവമേ. അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തത്, സമയം കിട്ടുമ്പോൾ, ഒരവസരം കിട്ടുമ്പോൾ തീവ്രമായി പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നിരന്തരം. പണ്ട് കോടിക്കലച്ഛൻ എന്ന എൻ്റെ ബഹുമാനപ്പെട്ട സ്പിരിച്വൽ ഫാദർ മനസ്സന്മാരി വെച്ച് ഈ അച്ഛൻ മാറി വരുന്നെന്ന് കേട്ടു. കോടിക്കലച്ഛൻ ആഗ്രയിൽ നിന്നാണ്. അച്ഛൻ വന്നിട്ട് ആദ്യം പഠിപ്പിച്ചതെന്നറിയാം, വലത്തെ സ്റ്റെപ്പ് വെക്കുമ്പം ഈശോ മറിയോസേപ്പേ, ഇടത്തെ സ്റ്റെപ്പ് വെക്കുമ്പം എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ, വലത്തെ സ്റ്റെപ്പ് വെക്കുമ്പം ഈശോ മറിയോസേപ്പേ. ചേട്ടാ ഈ എവിടുന്ന് ഇറക്കുമതി ചെയ്തെന്നൊന്ന് ആലോചിച്ചിട്ടുണ്ട്, മനസ്സിലായോ? വലത്ത് കൈ ചോറെടുക്കുമ്പം ദൈവത്തിന് സ്തുതി, സ്പൂൺ താഴെ വെക്കുമ്പം ദൈവത്തിൻ്റെ മഹത്വം, പ്ലേറ്റ് കഴിയുമ്പോൾ കർത്താവേ അവിടെ നിന്ന് എന്നെ കഴിവ് വെടിപ്പാക്കണേ, ഇങ്ങനെ വാവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ പള്ളിപ്പറമ്പിൽ വിവിധ മരങ്ങൾ നടുമ്പോഴും തൊടുമ്പോഴും ഒക്കെ നീ ഇവിടെ വളരുന്നതിൽ സന്തോഷം, നിന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥനയോടുകൂടിയാണ് അങ്ങനെ ചെയ്യാനായിട്ട്. പുല്ല് പറിക്കും കർത്താവേ, എന്നിൽ നിന്ന് ഇതുവരെ ഈ മുത്തങ്ങ പുല്ലൊക്കെ പറിച്ച പോരത്തില്ല കർത്താവേ, എന്നിൽ നിന്ന് ഇപ്പോഴും വേര് പറയാത്ത ഒരുപാട് കുറവുകളുണ്ടല്ലോ കർത്താവേ, നീ അതിനെ കുറച്ചെങ്കിലും എടുത്ത് നിനക്ക് മുഴുവൻ മാറ്റാൻ പറ്റും, നീ അനുവദിക്കുന്നിടത്തോളം എടുത്ത് മാറണോ കർത്താവേ. കർത്താവേ, ഈ ആരും കാണാത്ത ഈ അഴുക്കെടുത്ത് ഞാൻ മാറ്റുമ്പം, ഈ മിഠായി കടലാസ് മാറ്റുമ്പം എൻ്റെ ജനത്തിലും എന്നിലും ഉള്ള എളുപ്പം എടുത്ത് മാറ്റാവുന്ന തിരുത്താവുന്ന കാര്യങ്ങൾ തിരുത്താൻ എല്ലാവരെയും പഠിപ്പിക്കണേ കർത്താവേ. അത് എൻ്റെ ബ്യൂട്ടി. ശരിക്കും ഞാൻ എൻ്റെ പള്ളിപ്പറമ്പിൽ വന്നാൽ എൻ്റെ പട്ടികളും എൻ്റെ മുയൽ കുഞ്ഞുങ്ങളും ഗിനിപ്പന്നിയും പക്ഷികളും പ്രാവുകളും തത്തമ്മക്കുട്ടിയും മത്സ്യങ്ങളും എല്ലാം ഒപ്പം, ഫ്രാൻസിസ് അസീസി എന്നാണെന്ന് പറയുകയല്ല, എങ്കിലും ഒരു ആനന്ദമുണ്ട്. കാരണം എൻ്റെ ശ്വാസത്തോടൊപ്പം നിന്ന് ഇവർ പ്രാർത്ഥിക്കുകയും. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ? അച്ഛൻ പറയുന്നത് ഞാൻ പോയി കണ്ടതാണ് അച്ഛൻ്റെ പള്ളിയിൽ. ഈ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട്. അത്ഭുതം തോന്നിയത് നാട്ടിൽ കാണാത്ത പല ഫലങ്ങളും. അച്ഛൻ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എൻ്റെ പളങ്കടൽ പ്രേക്ഷകരോട് പറയുകയാണ്, ഞാൻ കണ്ടതുകൊണ്ട്. ഒത്തിരി സന്തോഷം. ഏതെങ്കിലും തോട്ടത്തിലാണ് ഞാൻ ഓർക്കുന്നത്, ബറാബ, ജമക്കൈൻ,
നമുക്ക് നമ്മുടെ ഈ ചുമന്ന ഒരു റെസ്റ്റോറൻ്റ് നമ്മുടെ ഈ കേക്കിനകത്തൊക്കെ ഇട്ട് വരുന്ന ബേക്കറി ഐറ്റംസ് ഒരു ചുമന്ന നമ്മൾ ചെറിയ മുന്തിരിപ്പേര, മുള്ളാത്ത, ലോകത്തിൽ ഒരിടത്തും കാണാത്ത കാൻഡിൽ സ്റ്റിക്ക് പഴം, പീനട്ട് ഫ്രൂട്ട് എല്ലാം ഇങ്ങനെ ഞാൻ പറിച്ച് വെച്ച് നാളെ ഒരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ. ഈ മരങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പൂത്ത തന്നെയാണെന്ന് എല്ലാവരും വന്ന് ചോദിക്കും. അതിൻ്റെ ഒരു രഹസ്യമാണ് പ്രാർത്ഥനയോടുകൂടെ ദിവ്യധൂപച്ചുരുളു ഒന്നും മറച്ചിട്ടില്ല. എൻ്റെ വേദനയും ഭാരവും നിരാശയും വിഷാദവും, കർത്താവ് നീ എന്തിനെങ്ങനെ നീട്ടിക്കുന്നത്, എന്ത് ഈ നീറ്റലുകളെല്ലാം നീറുമെൻ്റെ പ്രാർത്ഥന, നീറുമെൻ്റെ ദുഃഖങ്ങൾ ദിവ്യധൂപച്ചുരുളു പോൽ ഓരോ മരത്തിൻ്റെയും താഴെ നിന്ന് കൊടുത്തു. അപ്പം ആ മരത്തിനെല്ലാം ഈ കൃപ കിട്ടിയിട്ട് മരങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ പെട്ടെന്ന് പോകണിരിക്കും, എല്ലാം ഇത്രയും പൊക്കത്തിൽ തന്നെ പഴങ്ങളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു പ്രാപഞ്ചിക അനോയിൻറ്റിങ് പ്രാർത്ഥനയ്ക്ക് വരട്ടെ അല്ലേ? നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മണ്ണും മരവും പൂവും ചെടിയും കായും പഴങ്ങളും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം കൃപയിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് ചിന്തിക്കുന്ന ഒരു അമൂല്യ എക്കോ ഫ്രണ്ട്ലി സ്പിരിച്വാലിറ്റി. ഞങ്ങളുടെ വീട്ടിലെ കുളത്തിൽ പ്ലാസ്റ്റിക് ഇട്ടാൽ നിങ്ങൾക്ക് എന്നാ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് മാറട്ടെ. നീറുന്ന പ്രാർത്ഥനകളും ദുഃഖങ്ങളും എല്ലാം സഭ, പുരോഹിത ജനം സ്വർഗത്തിലേക്ക് അർപ്പിക്കുന്നത് പ്രപഞ്ചത്തോടൊപ്പം ആയിരിക്കട്ടെ. തമ്പുരാനെ, കാണാമറത്തൊരു കാക്കയെ ആരും പേരുമില്ലാത്ത ഈ കാക്കയെ ചവിട്ടിക്കൊന്നാൽ എന്ത് കുഴപ്പം എന്ന് ചോദിക്കാതിരിക്കട്ടെ. വിസർജ്യങ്ങളെ തപ്പിയെടുത്ത് കളയാൻ, ചീഞ്ഞ വസ്തുക്കളെ തൂക്കിയെടുക്കാൻ ദൈവം നിയോഗിച്ച ഒരു ഉപകരണത്തെയാണ് ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് നൽകണമേ. യേശുവേ എൻ ദൈവമേ, ഉള്ളാലുള്ള പ്രാർത്ഥന പ്രപഞ്ചദീപമാക്കുവാൻ പ്രകൃതിയോട് ചേരട്ടെ. പ്രകൃതിയോട് ചേർന്ന് നിരന്തരം സ്തുതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശു.
യേശു